വേദിയിൽ അടുത്തത് അവതരണം തീറ്റയുടെ മെനു കാർഡ്. പങ്കെടുക്കുന്നത് മിലൺസ് ഓൺലി വ്ളോഗർ, ട്രാവൽ വ്ളോഗർ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ, റബിൻ സിദ്ദീഖ്, കാലിക്കറ്റ് ഫുഡി സ്പോട്ട്, ഫുഡ് ബ്ലോഗർ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ, റമീഷ സി, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സെക്കൻഡ് എഡിഷൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു ഈ ഒരു വേദിയിൽ ഇരുന്നിട്ട് നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് പുറമെ ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതാണ് കുറച്ചുകൂടി അനുയോജ്യം എന്ന് തോന്നുന്നു. കാരണം ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു വേദിയിലുള്ളത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ഫേമസ് വ്ളോഗേഴ്സാണ്. മിലൻസ് ഓൺലി വ്ളോഗറും അതുപോലെ തന്നെ കാലിക്കറ്റ് ഫുഡ് സ്പോട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ വേദിയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചർച്ചയിലോട്ട് കടക്കാം. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. വിവിധ ഭാഷകളായിക്കോട്ടെ, മതങ്ങളായിക്കോട്ടെ, ആചാരങ്ങളായിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ എല്ലാം ഉണ്ടായിട്ടും നമ്മളെല്ലാവരും ഒരു രാജ്യമായി, ഒരു സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. പക്ഷേ എങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും ഈ അടുത്ത് ഉണ്ടായിട്ടുള്ളൊരു സാമൂഹിക പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു നമ്മുടെ മുഹമ്മദ് അഖ്ലഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഭക്ഷണ പ്രേമി എന്നുള്ള നിലക്കായിക്കോട്ടെ, ഒരു ഇന്ത്യൻ എന്നുള്ള നിലക്കായിക്കോട്ടെ, നമുക്ക് ഏവർക്കും വളരെയധികം സങ്കടമുണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഒരു മുഹമ്മദ് അഖ്ലഖുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റയുടെ മെനു കാർഡ് എന്ന ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഒരു അവസരത്തിൽ അഖ്ലഖിനെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ട് ആയിക്കോട്ടെ, നമ്മുടെ കേരളത്തിൽ പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. യാത്ര ചെയ്യാനായിക്കോട്ടെ, വിവിധ ഭക്ഷണം കഴിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാനായിക്കോട്ടെ, നമ്മൾ കേരളത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, മറ്റുള്ള സംസ്ഥാനങ്ങൾ അതില്ല എന്നല്ല, പക്ഷേ കേരളത്തിൽ കുറച്ചുകൂടി ഫ്രീഡം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കേരളീയർ എന്ന നിലക്ക് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചർച്ചയിലോട്ട് കടക്കാം. എങ്ങനെയാണ് റബിൻ സിദ്ദീഖ് എന്ന ആള് കാലിക്കറ്റ് ഫുഡ് സ്പോട്ട് ആയിട്ട് മാറിയത്? എങ്ങനെയാണ് ആ ഒരു ജേണി, ആ യാത്ര എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പ്രചോദനം, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? കാലിക്കറ്റ് ഫുഡ് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണോ ചോദിച്ചത്? 2018 സ്റ്റാർട്ട് ചെയ്തൊരു പേജായിരുന്നു കാലിക്കറ്റ് ഫുഡ് സ്പോട്ട്. പേര് അതല്ലായിരുന്നു, പല പല പേരുകളിട്ട് ഏകദേശം ഒരു 4-5 മാറ്റിയിട്ടാണ് ഈ കാലിക്കറ്റ് ഫുഡ് സ്പോട്ട് എന്നുള്ളൊരു പേരിലേക്ക് എത്തുന്നത്. കോളേജിൽ ഒരു ഡിഗ്രി സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് ഞാൻ ശ്രീവിദ്യ നികേതൻ എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. +1 +2 പഠിച്ചത് JDT ഇസ്ലാമിലാണ്. ആ ടൈമിൽ തന്നെ ഏകദേശം പേജും കാര്യങ്ങളുണ്ട്, എന്നാലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡിഗ്രി എത്തിയപ്പം എല്ലാവരും ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ഇജാസ്, മുനവർ, ഷഹാന എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഞാനും. അങ്ങനെ 4 ആൾക്കാരും കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരിതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കാലിക്കറ്റ് ഫുഡ് സ്പോട്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ജസ്റ്റ് പഴയ കുറേ പേർക്കൊക്കെ അറിയാൻ മതിയാവും, പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അന്നൊന്നും വോയിസ് ഓവറും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല. പിന്നെ വോയിസ് ഓവർ ചെയ്യാന്നുള്ളത് അതൊരു പേടിയായിരുന്നു ആ ടൈമിലൊക്കെ, സ്റ്റാർട്ടിങ്ങിലാണല്ലോ. പിന്നെ പാട്ടൊക്കെ ഇതായി ചെറുതായിട്ട് ഇങ്ങനെ വോയിസ് ഓവറും ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വന്ന് 2023 ഏകദേശം 2023 ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലൊക്കെ ഏകദേശം എൻ്റെ ഫോളോവേഴ്സ് 2000 സംതിങ് ഉള്ളൂ. ഒരു 1.5-2 വർഷം മുമ്പ് 2000 സംതിങ് ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് വീഡിയോസായി. ഒരു ദിവസം തന്നെ 8, 9, 10 വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ ഓരോ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഫുഡിൻ്റെ ഫീൽഡ് മാത്രമായിട്ട് പോകാമെന്നുള്ളതിലൊരു 40K വരെ ഫുഡിൻ്റെ ഇത് മാത്രമായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമുക്ക് കോഴിക്കോട് എന്ന് കേൾക്കുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ ചരിത്രം ആയിക്കോട്ടെ, SM സ്ട്രീറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ ഏതൊരു കോഴിക്കോടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു ജില്ലയിൽ താമസിക്കുന്ന ആളുകൾക്കായിക്കോട്ടെ, കോഴിക്കോടിലെ ഭക്ഷണം അല്ലേ, അപ്പോൾ ഈ ഭക്ഷണത്തെ വളരെ മനോഹരമായിട്ട് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണിക്കുന്ന ആളുകളാണ് നമ്മുടെ ഫുഡ് വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വരിയുണ്ട്, നമ്മുടെ ഭൂമിയിലെ സ്വർഗം തേടുന്നവരാണ് ഈ യാത്രികൻ എന്നറിയപ്പെടുന്നത്. വളരെ നമ്മുടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട്
ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ മിലൻ എന്ന് പറയുന്നത്. ട്രാവൽ വ്ളോഗറാണ്. മിലൻ എങ്ങനെയാണ് മിലൻസ് ഓൺലി വ്ളോഗറായിട്ട് മാറിയത്, ആ യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് കേട്ടു നോക്കാം. പിന്നെ നമുക്ക് സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞ് പരിചയമൊന്നുമില്ല. കാരണം നമ്മൾ വ്ളോഗ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റീടേക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ നമുക്കൊരു സ്റ്റേജിൽ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ തന്നെയാണ്. എന്നാലും അധികം കൂവലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാര്യങ്ങൾ പറയാം. പിന്നെ മിലൻസ് ഓൺലി ഒരു ട്രാവൽ വ്ളോഗറായി എന്നുള്ള ഞാൻ 3 കൊല്ലമായി ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ അതിൽ എൻ്റെ ഒരു ആഗ്രഹം ഒരു സിനിമ നടനാവണമെന്നായിരുന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് DPharm ഞാൻ പഠിച്ചത്. ആ പഠിച്ച സമയം മുതലേ ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അവസരങ്ങൾക്ക് വേണ്ടി പോയി. അതിൽ എന്നെ ഭയങ്കര ഹേർട്ടായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ മണിയമ്പിള്ള രാജു, എല്ലാവർക്കും അറിയാവുന്ന രാജുവേട്ടൻ. അപ്പം മൂപ്പര് രതിനിർവേദം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പിന്നെ അങ്ങനല്ല, അതിലൊരു പുതുമുഖത്തെ തേടുന്നു എന്ന് പറഞ്ഞതിന് ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോവുകയും മൂപ്പരെ എന്നൊരു മഴയ സമയമാണ്. അപ്പോൾ ഞാനൊരു കുട ചൂടിക്കൊടുത്ത് മൂപ്പരോട് ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയും ചെയ്തപ്പോൾ മൂപ്പര് തമാശയായിട്ടാണോ എങ്ങനെ പറഞ്ഞതെന്നറിയില്ല, എനിക്കതൊരു ഭയങ്കര വേദനയായി. കാരണം മൂപ്പര് പറഞ്ഞു, സൗന്ദര്യം വേണ്ട മോനെ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പം അഭിനയം മലയാള സിനിമയിൽ ശരിക്കും സൗന്ദര്യം വലിയൊരു എന്താ പറയുക, വലിയൊരു ഫാക്ടറാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്തായാലും അന്ന് അതോടുകൂടി ആ പരിപാടി നിർത്തി. ഞാൻ അന്ന് മ്യൂസിക്കലി എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിലൊരുപാട് വീഡിയോ ചെയ്തു തുടങ്ങി. പിന്നെ ടിക്ടോക്കിൽ ചെയ്തു തുടങ്ങി. അവസാനം ടിക്ടോക്ക് നിർത്തി കഴിഞ്ഞപ്പം ഈ ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി, റീൽസ് തുടങ്ങി. അതിലെൻ്റെ അഭിനയത്തിൻ്റെ പവർ കൊണ്ടാണെന്ന് അറിയില്ല, ആൾക്കാരോട് നല്ല നെഗറ്റീവ് കിട്ടി. അപ്പോൾ പിന്നെ ആ പരിപാടി ഞാൻ നിർത്തി. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നല്ല. അപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത്, നിങ്ങൾ വെറും പഠിത്തം മാത്രം ആവരുതെന്നാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടാവും ഏതൊരു മനുഷ്യനാണെങ്കിലും. ഇപ്പോൾ ചിലപ്പോൾ സ്പോർട്സിലായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ എന്തെങ്കിലും സംസാരിക്കാനുള്ള കഴിവുണ്ടാവാം. അപ്പോൾ വ്ളോഗോ അങ്ങനെ ഇനിയൊക്കെ അങ്ങനത്തെ കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ ഈ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇപ്പം ഞങ്ങളൊക്കെ സക്സസ്ഫുൾ ആയോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേദിയിലെത്താൻ പറ്റി എന്നുള്ളതാണ് എൻ്റെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്തും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരത്തിന് ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്, ഫുഡ് വ്ളോഗേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ സുജിത് ഭക്തനായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗർ ആ സമയത്ത്. അപ്പം അങ്ങനെ ട്രാവലിലേക്ക് തിരിഞ്ഞു. അങ്ങനെ 2023 തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. 2023 ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ ആദ്യം ചെയ്ത് വെച്ചാൽ എനിക്ക് ഞാൻ മെഡിക്കൽ പ്രൊഫഷനാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഗോവയിലായിരുന്നു മീറ്റിംഗ് വെച്ചിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ട്രെയിന് പിന്നെ ബസ്സൊന്നും ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ ബൈക്കിൽ തന്നെ പോകേണ്ടി വന്നു. അന്ന് തുടങ്ങിയതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാവലിങ്ങിനോടുള്ളൊരു ഈ വ്ളോഗ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയൊരു പാർക്കിനെ കുറിച്ചായിരുന്നു. അത് ഞാനത് വോയിസ് ഓവർ മാത്രം കൊടുത്തു. ഞാൻ വരാതെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു, ആ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ഇട്ടു. അത് ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം ഏകദേശം ഒരു 9 ലക്ഷത്തിലധികം വ്യൂസാണ് ആ ഒരൊറ്റ വീഡിയോ കിട്ടിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക, എൻ്റെ ആഗ്രഹം മുന്നോട്ട് പോകുന്നുള്ളൊരു വിശ്വാസം തോന്നി. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ ഈ ഗോവ വീഡിയോൻ്റെ ഈ കാലിക്കറ്റ് ടു ഗോവ മസ്റ്റായിട്ട് കാണേണ്ട 8 ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കി. അതായത് ഞാൻ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരിപ്പോൾ ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം എന്നുള്ള ക്യാപ്ഷൻ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യും. ഈ സെയിം വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരേക്ക് വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട 9 സ്പോട്ട്. കാരണം ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ 9 സ്പോട്ടും കവർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ടൈമും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിലാണ് ഇപ്പോൾ ഈ കാലിക്കറ്റ് ഗോവയിൽ നിങ്ങൾ മസ്റ്റായിട്ട് റോഡ് ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് കാണേണ്ട ബീച്ചസ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോവും ഭയങ്കര വൈറലായി. പിന്നെ ചെയ്ത ഏകദേശം ഒരു 10ഓളം വീഡിയോസ് നല്ല രീതിയിൽ വൈറലായി. ഏകദേശം 1 മില്യൻ്റെ അടുത്ത് എല്ലാം വ്യൂസ് വന്നു. അങ്ങനെ എന്തായി, ഞാൻ വീണ്ടും എൻ്റെ ഒരു അഭിനയം എന്തായാലും എനിക്ക് കഴിവില്ലെന്നും ഈ ഒരു വ്ളോഗിങ് ലൈഫിലേക്ക് കടന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിലേക്ക് കയറിയത്. അപ്പോൾ ഇന്ന് 3 വർഷം കഴിഞ്ഞു. മിലൻ സൊള്ളി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, ഞാൻ ആദ്യം വ്ളോഗർ എന്ന് പേരിൽ പറയാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഇപ്പോൾ ഇൻഫ്ലുവൻസറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് പോയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, കാരണം പൈസക്കാർക്ക് മാത്രം ട്രിപ്പ് പോയാൽ പോരല്ലോ എന്നുള്ള മെൻറ്റാലിറ്റിയാണ് എൻ്റേത്. കാരണം പാവപ്പെട്ട ആൾക്കാർക്കും പോകണം. ഇപ്പോൾ കാലിക്കറ്റ് കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ ഒരു 600 രൂപ കൊണ്ട് ഒരു ഫാമിലിക്ക് എങ്ങനെ പോയി വരാൻ പറ്റും? ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസിൽ ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് എത്തുന്നതും ഈ ഒരു വേദിയിലേക്ക് എത്തുന്നതും. മണിയൻ പിള്ള രാജു അന്ന് ആ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആക്ടിങ്ങിലോട്ട് കടക്കുമായിരുന്നോ? അത് വേറൊരാൾ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു സൗന്ദര്യമല്ല ഈ ഒരു അഭിനയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ മലയാള സിനിമയിൽ നായകന്മാരൊക്കെ നോക്കുകയാണെങ്കിൽ വിജയിച്ച നായകന്മാരെല്ലാം സുന്ദരന്മാരായിരിക്കും. അത് തോന്നല്ലേ? മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ, പൃഥ്വിരാജ്, ആർക്കാ സൗന്ദര്യമില്ലാത്ത? നിവിൻ പോളി, എല്ലാം സൗന്ദര്യമുള്ള ആൾക്കാരാണ്. സൗന്ദര്യമില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞൊരു വലിയ പ്രശ്നമാക്കരുത്. ഞാൻ പറയാം, അങ്ങനെ ആൾക്കാരെന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് ആൾക്കാർ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷെ അവരൊന്നും എവിടെ എത്തില്ല. പക്ഷേ തമിഴ് സിനിമയിലൊക്കെ നോക്ക്, സൗന്ദര്യം നമ്മൾ പറയുന്ന സൗന്ദര്യം അവരുടെ സൗന്ദര്യം വേറെയാണ്. അവിടെ നിറം കുറഞ്ഞ ആൾക്കാർ വരെ ഏറ്റവും വലിയ സ്റ്റാർ അവരാണ്. അത് ശരിക്കും മലയാള സിനിമയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാട്ടോ. ഇനി ഇതൊന്നും വലിയ പ്രശ്നമാക്കി മാറ്റരുത്. കാരണം ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു ട്രോളായിട്ടൊക്കെ നമ്മൾ ട്രോൾ മെറ്റീരിയൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗ്, എൻ്റെ ഫോളോവേഴ്സ് എല്ലാം തീരുമാനമാവും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോഴും സത്യം പറഞ്ഞാൽ മണിയൻ പിള്ള രാജുവിനെ ഏത് സിനിമയെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം. അതൊക്കെ പോരാഞ്ഞിട്ട് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സുന്ദരിയായ പെണ്ണിനെ സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അപ്പോൾ അവർ ഞാൻ ഈ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ ചെറിയൊരു തിരുത്തൽ രേഖപ്പെടുത്താണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിയാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലായിക്കോട്ടെ, ഓരോരുത്തർ കാണുന്ന രീതിയിലായിക്കോട്ടെ വ്യത്യസ്ത സൗന്ദര്യമായിരിക്കും. പക്ഷേ സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിലോ അല്ലെങ്കിൽ കാഴ്ചയുടെ ആ ഒരു ശരീരപ്രകൃതിയിലോ ഒന്നുമല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒരു മനസ്സ്, അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഇന്ന് ഈ വേദിയിൽ മിലൻ സോളി വ്ളോഗറായിട്ട്, വളരെ സക്സസ്ഫുൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട്, മിലൻ സോളി വ്ളോഗറായിട്ട് മിലന് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സൗന്ദര്യവും അതാണ് വിജയം എന്ന് പറയുന്നത്. സോ അത് ഞാൻ പ്രത്യേകം അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ആക്ടറിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എനിവേ, എന്തായാലും ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്ടിങ്ങിലോട്ട് ഉറപ്പായിട്ട് പോകും. ആക്ടിംഗ് ഒക്കെ ഇപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചാൻസുകളുണ്ട്. പക്ഷേ അത് ഇങ്ങനെ സമയമല്ല ഒന്നാമത്. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട ആരെങ്കിലും വിളിക്കട്ടെ. അതെ അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാം, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം ആസ്വദിച്ചിരുന്നത് കഴിക്കുന്ന സമയത്താണ് അല്ലേ? ഭക്ഷണത്തിനെ സംബന്ധിച്ചൊരു രുചി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിൻ്റെ രുചിയോടൊപ്പം അതിൻ്റെ കാഴ്ച ഭംഗി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ക്രീനിലൂടെ കാണുന്ന സമയത്തായിക്കോട്ടെ ആ ഒരു കാഴ്ച ഭംഗി വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ രുചിയും ഈ കാഴ്ച ഭംഗിയും അതിൽ എങ്ങനെയാണ് ഒരു ഫുഡ് വ്ളോഗർ എന്നുള്ള നിലക്ക് നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ ഭംഗിയിലല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ സാധാരണ ഒരു വീഡിയോ എടുത്താലും വൈറലാവും. സംഭവം ഭംഗിയിൽ മാത്രമല്ല, ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ നോർമൽ വീഡിയോസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുക്താർ എന്ന് പറഞ്ഞ ആളറിയോ? മുക്താർ എന്ന് പറഞ്ഞൊരു ഫുഡ് വ്ളോഗർ ഉണ്ട്. മൂപ്പരൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാനിങ്ങനെ നോക്കാറുണ്ട്. എൻ്റെ ഞാനിപ്പോൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത്, മീൻസ് ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോക്കൽ സ്പോട്ട് മാത്രം സെലക്ട് ചെയ്ത് പോയിട്ട് വന്നൊരാളായിരുന്നു ഞാനൊക്കെ. ഈ ഇൻഫ്ലുവൻസിങ് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഈ പ്രൊമോഷൻ വീഡിയോസിന് വന്നാൽ തന്നെ കൂടുതൽ കൊടുക്കാതെ ലോക്കൽ സ്പോട്ട് മാത്രം കവർ ചെയ്തിട്ടായിരുന്നു ഞാൻ അന്നൊക്കെ പോവാറ്. അതേ സംഭവത്തിൽ ഞാൻ കണ്ടൊരാളായിരുന്നു മുക്താർക്കൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ കൂടുതലും ആൾക്കാർക്ക് ആവശ്യമുള്ള വീഡിയോസാണ് കൂടുതലുണ്ടാവുക. ഈ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതൊക്കെ പഴയ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. അതെ, പാവപ്പെട്ട ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ കുറേ ഫുഡുകൾ, ഐറ്റംസൊക്കെ. അപ്പം ചോദ്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു കാഴ്ച ഭംഗിയുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ രുചിയും ഈ കാഴ്ച ഭംഗിയും ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ആണെന്നാണ് ഒരു ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക്?
അതായത് ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ഫഹദ് ഫാസിലും എനിക്ക് ഏതാ സിനിമ എന്നറിയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കും എന്നിട്ട് പറയും ഈ ഭക്ഷണത്തിന് ഭയങ്കര പുളിപ്പാണല്ലോ. അപ്പോൾ ഫഹദ് ഫാസിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഈ ഓവർ ഹൈപ്ഡ് ആയതുകൊണ്ടാണ് ചില സംഭവം നമ്മൾ മോശമായിട്ട് പറയാൻ പറ്റാത്ത സംഭവം. അതെ അതെ, അതായത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് സംഭവം അടിപൊളിയായിരിക്കും, പക്ഷേ നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അയ്യോ ചതിച്ചല്ലോ എന്നുള്ളൊരു സംഭവം ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസത്തെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സംഭവം എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ പ്രൊമോഷന് വിളിച്ചതാണെങ്കിൽ പോലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹൈപ്പായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് നമ്മളെ വിളിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പം സെയിം സംഭവം തന്നെ വേറൊരാൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. നിങ്ങളിപ്പോൾ എൻ്റെ ഫുഡ് ഞാനിപ്പോൾ കഴിച്ച ഫുഡ് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് വൈസ് അതൊരു സംഭവമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഫുഡ് പിറ്റേന്നാകുമ്പോഴത്തേന് ചേഞ്ച് ആവുന്നുണ്ട്. നമ്മളിപ്പം ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇതാക്കിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നാളെ നമ്മൾ പോയിട്ട് ആ ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് മാറും. അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന ഷെഫ് തന്നെ മാറിയിട്ടുണ്ടാവും, ചേഞ്ച് ആയിട്ടുണ്ടാവും. ഒരുപാട് റെസ്റ്റോറൻറ്റിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട് സംഭവം. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം നമ്മൾ ടേസ്റ്റിൻ്റെ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പിറ്റേന്നാണ് വേറൊരാൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വേറൊരാൾ കാണുക വെച്ചാൽ ആ ഒരു വീഡിയോ കണ്ടിട്ടാവും പോകുന്നുണ്ടാവുക. അവിടെ പോയി കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ, എന്താണ് മിലന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, എനിക്ക് അധികം ഫുഡ് ചെയ്ത് പരിചയമല്ല. എന്നാലും ഞാൻ ഈ ഫുഡ് വ്ളോഗർ എന്നുള്ള ലാബിൽ നിന്ന് ട്രാവൽ വ്ളോഗർ ആവാനുള്ള കാരണം ഇന്നിപ്പോൾ ആരെങ്കിലും ഒരു തമാശയായിട്ട് പറയാറുണ്ട്, കാലിക്കറ്റ് ഇപ്പോൾ ഐഫോണിലെ എല്ലാവരും വ്ളോഗേഴ്സാണ്. മീൻസ് അപ്പോൾ അതുപോലെ തന്നെ കാലിക്കറ്റ് ടൗണിൽ നിന്ന് ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വീഴുന്നത് മൈജീൻ്റെ ഷോറൂമിലാണ്, അല്ലെങ്കിൽ ഒരു വ്ളോഗർ തലയിലാണ്. ഇങ്ങനെ പറയാറുണ്ട്, ഒരു തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷേ അത് സത്യസന്ധമാണ്. അതിൽ കൂടുതലും ഫുഡ് വ്ളോഗേഴ്സാണ്. അപ്പോൾ ഞാൻ അന്നൊരു ഫുഡ് ആയിട്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ഇത്ര ഫോളോവേഴ്സിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിനേക്കാളും കൂടുതൽ ഫേസ്ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ എനിക്ക് 1 lakhിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഫേസ്ബുക്കിലാണ്. എസ്പെഷ്യലി ഞാൻ ഈ റിസോർട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പാവപ്പെട്ട ബാപ്പന്മാരൊക്കെ ആയിരിക്കും ഒരു റിസോർട്ടിലൊരു ദിവസം ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഫേസ്ബുക്കിലുണ്ട്. അപ്പം ചോദ്യം അതല്ല എനിക്കറിയാം, പക്ഷേ എന്നാൽ പറയാണ്. അപ്പം അങ്ങനെ ഫേസ്ബുക്കിൽ കുറച്ചുകൂടെ സക്സസ് ആയതിൻ്റെ കാരണം ഞാൻ ഫുഡ് വ്ളോഗ് ഇടുന്നതിനൊന്നും എനിക്ക് റീച്ച് അധികം കിട്ടലില്ല. ഞാൻ ആദ്യം ഇട്ട കുറച്ച് ഫുഡ് വ്ളോഗ്സിന് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടുന്നതനുസരിച്ച് ഞാൻ പൊതുവേ ഇടാറില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മയോ അച്ഛനോ ഒക്കെ പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇനി എന്നെക്കൊണ്ട് കഞ്ഞി കുടിച്ചോട്ടെ എന്നുള്ള ലെവലിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇടുമ്പം പലതും എനിക്ക് റീച്ച് ആവാറില്ല. പക്ഷേ ഫുഡിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഇവനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം. പക്ഷേ ഇവൻ്റെ കയ്യിൽ ഞാൻ ആ പ്രശ്നം കണ്ടിട്ടില്ല. ഇവൻ്റെ പിന്നെ എല്ലാം ജെന്യുവനായിട്ടാണ് അധികം വീഡിയോസ് ഞാൻ കാണല്. അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്ളോഗേഴ്സ് നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കൂന്തൽ നിറച്ചതെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ബീച്ചിൽ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അത് വന്ന സമയത്ത് കുറച്ച് വ്ളോഗേഴ്സ് പോയിട്ട് സൗത്ത് ബീച്ചിലാണ് തോന്നുന്നത് ഫസ്റ്റ് ഇത് വന്നാലേ. അതെ, 20 രൂപ 30 രൂപ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സംഭവം വ്ളോഗേഴ്സ് വരുന്നു, അത് എടുത്തിട്ട് പിന്നെ ഈ വീഡിയോ ചെയ്യുന്നു. അതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അത് പുതിയൊരു സംഭവം വന്നപ്പം വ്ളോഗേഴ്സിനെ മൊത്തം പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണരുത്. അതായത് നമ്മൾ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പെയ്ഡ് പ്രൊമോഷൻ തന്നെ അത്ര വലിയ ടീംസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യുള്ളൂ. അപ്പം ഇത് വന്ന് 20-30 രൂപക്കൊക്കെ കൊടുത്ത സംഭവം ഇന്ന് കോഴിക്കോട് ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നിന് 100, 120, 150 വരെ കൊടുക്കണം. അത് ശരിക്കും ഈ ഫുഡ് വ്ളോഗേഴ്സിനോട് കിട്ടിയൊരു എന്താ പറയുക ഒരു പണിയാണ്. അതിലുപരി ഇപ്പം നേരത്തെ പറഞ്ഞ അതിൽ മുഖ്താർ, ഈ റബീദൊക്കെ പോലത്തെ ആൾക്കാർ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ തേടി പിടിച്ച് പോയിട്ട് അവർക്ക് ഒരു ഫുഡ് പോലും കഴിക്കാതെ അവരെ ഫുഡ് ഈ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലതാണെന്ന് പറയും. കാരണം അവരൊക്കെ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ നെഗറ്റീവ് ഇവിടെ മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സും ഉണ്ട്. അപ്പോൾ അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ പറയുമ്പം 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ പ്രത്യേകിച്ച് നമ്മളെ കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ വ്ളോഗേഴ്സ് ഉള്ളതും ഫുഡ് വ്ളോഗേഴ്സ് ഉള്ളതും. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കമ്മിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു ഫുഡ് വ്ളോഗ് ചെയ്യുന്നു, അപ്പോൾ അത് അത്യാവശ്യം പ്രീമിയം ഫുഡാണെങ്കിൽ നിങ്ങളത്
ഉണ്ടെങ്കിൽ, അതായത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ചെറിയൊരു കുട്ടി അവളെ അച്ഛനോട് പറയാണ് എനിക്ക് ഈ ഒരു ഫുഡ് വേണമെന്ന് പറയുമ്പം ഇവർ ചിലപ്പം പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. ഇവർ ഈ പൈസയും വെച്ചിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് ഈ ഫുഡ് വാങ്ങിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് മോശമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരു മോശം പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. അപ്പം ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ ട്രാവൽ വ്ളോഗേഴ്സിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ട് വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ കാണിക്കാതെ ചെയ്യുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. അങ്ങനത്തെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഫുഡ് ടേസ്റ്റ് അല്ലെങ്കിലും ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാ ഭാഗത്തും തെറ്റും ശരിയും ഉണ്ടാവും. പക്ഷേ മാക്സിമം നമ്മളെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കുക. നമ്മളാലെ വേറൊരാൾക്ക് വേറൊരാളെ വേദനപ്പെടുത്താണ്ടിരിക്കുക. ഞാൻ ചെയ്യലുണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ നെഗറ്റീവായിട്ട് പോസ്റ്റ് ചെയ്യലുണ്ട്. അത് പോസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവങ്ങളാണ്. ഇപ്പോൾ 2-3 സ്ഥലത്തൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവരെന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കും. അപ്പം അതായത് അപ്പം കണ്ട മാനേജർ അവിടുന്ന് എന്നോട് സംസാരിച്ച പോലെ ആയിരിക്കില്ല പിന്നെ എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഇതൊക്കെ ശരിക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമൊക്കെ ശരിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് നമ്മളെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു ഇടമായിട്ട് മാറിയിട്ടുണ്ട്. അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിംഗ് വളരെയധികം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂന്തൽ നിറച്ചതിൻ്റെ കേസിൽ വളരെ റേറ്റ് കുറഞ്ഞതിൽ നിന്നും റേറ്റ് കൂടുന്ന ഒരു സാഹചര്യം, മാർക്കറ്റിംഗ് ഭയങ്കര പോസിറ്റീവ് ഇതിൽ അതിൻ്റെ ഗ്രാഫ് കുത്തനെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ മിലൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവ് വശം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഇപ്പോൾ അധിക ഹോട്ടലുകളിലും വളരെ ഇപ്പോൾ ക്യാമറ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കിച്ചൺ ആയിക്കോട്ടെ വളരെ വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ മെജോറിറ്റി അല്ല എന്നാലും ഇപ്പോൾ മിലൻ പറഞ്ഞ പോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന ഫുഡ് വ്ളോഗേഴ്സ് എല്ലാവരും ഇപ്പം നെഗറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു നെഗറ്റീവ് ആണെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട ഹോട്ടലിനായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മൊത്തം എന്താ പറയുക ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ തന്നെ തകരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മുടെ എന്താ പറയുക ഹൈജീനിക് പരമായിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ കുറച്ചുകൂടി മെയിൻ്റെനൻസും കാര്യങ്ങളും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസിറ്റീവ് വശമാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവമാണ് നേരത്തെ വിലം പറഞ്ഞ പോലെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ആളുകളിൽ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു റേറ്റ് ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അടുത്തൊരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജെൻസി പിള്ളേരുടെ അടുത്തുള്ള എല്ലാവരുടെ ഒരു സംശയമാണ്. നമ്മൾ ഈ ഫുഡ് വ്ളോഗേഴ്സ് നമ്മളിപ്പോൾ പരസ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഓരോ ഹോട്ടലിൽ പോയിട്ട് ഈ ഹോട്ടലിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഫ്രീ ആയിട്ടാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ അത് സ്വന്തം പൈസ കൊടുത്ത് കഴിച്ചിട്ട് വീഡിയോക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണോ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ഈ ഒരു തീറ്റയുടെ മെനു കാർഡ് എന്നുള്ള സെഷനിൽ ഫുഡ് വ്ളോഗർ ഉണ്ട് ട്രാവൽ വ്ളോഗർ ഉണ്ടെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞൊരു ചോദ്യമാണ്, രമേശ ഈ സംഭവം അവർ പൈസ കൊടുത്തിട്ടാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ അവർ ഈ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ എത്തുന്നതാണോ? എന്താണ് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇതിൽ രണ്ടും വരുന്നുണ്ട്. അതായത് നമ്മൾ തേടി പിടിച്ച് പോകുന്ന ഷോപ്പുകളാണെങ്കിൽ അവർ ക്യാഷ് വാങ്ങാതിരിക്കാറുണ്ട്. എന്നാൽ നമ്മൾ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ഓരോട് പ്രൊമോഷന് വന്നതാണ് പോലും മീൻസ് നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നതാണെന്ന് പോലും പറയാതെ നേരെ അവിടെ പോയിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ ക്യാഷും കൊടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങി പോരാറുണ്ട്. പക്ഷേ ഇത് ഫുഡ് ബ്ലോഗർ ആണെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ അവർ ക്യാഷ് വാങ്ങാതിരിക്കാറുണ്ട്. അതല്ല ഇനിയിപ്പം പെയ്ഡ് പ്രൊമോഷൻ ആരെങ്കിലും വിളിച്ചതാണെങ്കിൽ തന്നെ അതിൻ്റെ ഫുഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എവിടെ നിന്നാണെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവർ തരണം. കാരണം അവരുടെ ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ ആയിട്ട് തന്നെ തരണം, എന്നാലേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ പൈസ നമ്മൾ കൊടുത്താൽ കാര്യമില്ലല്ലോ. ഒരുപാട് ഐറ്റംസ് തരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 10 ഐറ്റംസ് തരികയാണെങ്കിൽ അതിൽ 7 ഐറ്റംസാണ് ഇഷ്ടപ്പെട്ടത്, ബാക്കി 3 ഐറ്റംസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. അത് അവരോട് കാര്യം പറയും. ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അവരോട് കാര്യം പറഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയും. ബാക്കി 7 ഐറ്റംസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അവിടെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്താണെന്ന് തോന്നിയാൽ അത് മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ ആ ഷോപ്പിലുള്ള. ഓക്കെ, ഈ കാലിക്കറ്റ് ഫുഡി സ്പോട്ട് എന്നുള്ള ഒരു പേജ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻസ് ആയിക്കോട്ടെ എത്തിച്ചേരണം എന്നില്ലല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ആദ്യമൊക്കെ ഭക്ഷണം തനിയെ പോയി ഹോട്ടലിൽ പോയി കഴിക്കുക, വീഡിയോ എടുക്കുക, അങ്ങനത്തെ രീതിയിലായിരുന്നോ? ആദ്യം എന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത്. ഇപ്പോഴും തേടി പിടിച്ച് പോയിട്ട് കഴിക്കുന്നുണ്ട്. ഒരു 30 വീഡിയോ ഉണ്ടെങ്കിൽ അതിലൊരു 10 എണ്ണെങ്കിലും മിനിമം എന്തായാലും നമ്മൾ തേടി പിടിച്ച് പോകുന്ന വീഡിയോസും കഴിക്കാറുണ്ട്. അങ്ങനെ
ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ്, ഇപ്പോൾ അധിക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ പൈസ, മണി ഒരു ഫാക്ടറാണ്, ശരിയാണ്. അതിൻ്റെയൊക്കെ പുറത്ത് അവർ എന്താ പറയുക, ഇപ്പം പരസ്യം ആയിക്കോട്ടെ, അഡ്വർടൈസ്മെൻ്റ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു റീല് കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ പൂർണ്ണ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കും. മാത്രമല്ല, ഇപ്പോൾ ഒരു ഫുഡ് സ്പോട്ട് ആയിക്കോട്ടെ, ട്രാവലിംഗ് സ്പോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏതൊരു പരസ്യം ആയിക്കോട്ടെ, നമ്മളത് വളരെയധികം ശ്രദ്ധ ചെലുത്തും. പക്ഷേ നമ്മളിപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മുഖാന്തരം ഒരു പരസ്യം ചെയ്തതിന് ശേഷം പിന്നീട് അതൊരു വ്യാജമായിട്ടുള്ള രീതിയിൽ വരെ, അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിക്കോട്ടെ, ആ കമ്പനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ആ കമ്പനി ഒരു ഫേക്ക് എന്നുള്ള രീതിക്ക് പോകുന്ന സമയത്ത് അത് എത്രമാത്രം ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിന് എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്ത ആളെ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം ആ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ലൈഫിൽ നേരിട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ സാഹചര്യം ലൈഫിൽ നേരിട്ടിട്ടില്ല. പക്ഷേ അധികവും ഇവിടെ നമ്മളെ ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷനായിട്ട് വിളിക്കുന്നത് ആൾക്കാർ മുഴുവൻ ഏകദേശം ഇവിടെ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാരാണ്. അപ്പം അവർ അങ്ങനെ വല്ലാണ്ട് പെട്ടെന്ന് പൂട്ടിപ്പോകുന്ന കാര്യങ്ങളില്ല. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലാണ് ഇപ്പം. പക്ഷെ അതൊന്നും ഇപ്പം നമ്മളിപ്പോൾ അവർ പറയുന്നു, നമ്മൾ പോയി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പം നമ്മളും കഴിക്കുന്നുണ്ടല്ലോ, കഴിച്ചിട്ടാണല്ലോ ഇത് പറയുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജെനുവിനായിട്ട് അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ ഒരു കാരണം. ഞാനിതിന് മുന്നേ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിന് വെള്ളന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മളെ മാവൂരി കുന്നമംഗലത്തിനൊക്കെ ഇടയിലായിട്ട്. അപ്പോൾ അവിടെ എനിക്ക് ഒരു ഫുഡ് ഒരു ബിരിയാണി ഹോട്ടൽ തുടങ്ങി ഒരു കോളേജ് ഉണ്ട് അവിടെ, അതിൻ്റെ അടുത്ത്. അപ്പോൾ അവർ ഒരു പേയ്മെൻറ്റ് പറഞ്ഞു. ഞാനവിടെ പോയി, ഞാനും എൻ്റെ ഫ്രണ്ടൂടെ പോയി, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബിരിയാണി തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ വീട് മുക്കം കൊടിയത്തൂരാണ്. അപ്പം എൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററോ ഈ ഒരു ദൂരമുള്ളൂ. അപ്പം ഏകദേശം എൻ്റെ ഫോളോവേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സറൗണ്ട്സിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ അവിടെ പോയിട്ട് ഞാനത് പ്രൊമോട്ട് ചെയ്തു, ഞാൻ അവിടെ പോയിട്ട് അവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവന്മാർ എൻ്റെ ബാക്കിയുള്ള വീഡിയോസിനും കൂടെ അവർ വാല്യൂ കാണിക്കുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുത്തു, ഫുഡ് കഴിച്ചു. ഞാൻ രാത്രി അവർക്ക് ഈ 120 രൂപയാണ് ഒരു ബിരിയാണിക്ക് ഉള്ളത്. അപ്പം ഞാൻ 240 രൂപ അവർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ് ഒഴിവായി പോന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് നമ്മളിപ്പോൾ അല്ലാണ്ട് ഇവിടെയുള്ള ഇപ്പോൾ ഇവരൊക്കെ, ഞാൻ ഫുഡ് വ്ളോഗ് അങ്ങനെ ചെയ്യലില്ല, പ്രൊമോഷൻ ചെയ്യില്ല. ഇവരൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം വലിയ വലിയ ഹോട്ടൽസ് കാര്യങ്ങളാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പം എന്തായാലും ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാകുമ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടി വരില്ല എന്നാണ് എനിക്ക്. ഈ ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, അല്ലാതെ തന്നെ ഇപ്പോൾ പൊതുവായിട്ടുള്ള പരസ്യങ്ങൾ ഉണ്ടാവില്ല, ഇപ്പോൾ ഏതെങ്കിലും കമ്പനീൻ്റെ ആയിക്കോട്ടെ, അത്തരം പ്രൊമോഷനുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ഇതിലാണല്ലോ, ഫേസിലാണല്ലോ ആ ഒരു വീഡിയോ വൈറലാകുന്നത്. അപ്പോൾ ആ ഒരു കമ്പനി പിന്നീട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും വേറൊരു പോരായ്മകൾ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മളെ ഈ വീഡിയോ ചെയ്യുന്ന ആളുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, അത് ശരിക്കും നമ്മൾ ബാധ്യസ്ഥനാണ്. അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളും കൂടെ അതിൽ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥനാണ്. പിന്നെ അങ്ങനത്തെ വീഡിയോസൊന്നും പൊതുവേ ഞാൻ എടുക്കലില്ല, ഞാനങ്ങനെ ചെയ്യലില്ല പൊതുവേ. അങ്ങനെ ഒരു കമ്പനി ഞാനും ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാം. പൊതുവേ ഞാൻ കൂടുതലായിട്ട് ഈ ട്രാവൽ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യല്. എന്നാലും ആ റിസോർട്ടിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വരലുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന ഇതേ ഫെസിലിറ്റി ഒന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള കമൻസ് കാര്യങ്ങൾ വരലുണ്ട്. പക്ഷേ അവിടെ നിന്ന് അവർ പറയുന്ന ഇതിലൊരു പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ചില റിസോർട്ടുകാർ ഞങ്ങൾ വരുന്ന സമയത്ത് അവരുടെ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് തരും. ചിലപ്പം അടുത്ത ഗസ്റ്റ് വരുമ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് തരുന്ന കാര്യങ്ങളാണ് നമുക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പം അവർ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചില റിസോർട്ടിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് എല്ലാം അല്ല, അങ്ങനെ വരാറുണ്ട്. പക്ഷേ പൊതുവേ അങ്ങനെ ഒരു സംഭവം നമ്മൾ എല്ലാം നോക്കിയിട്ട് തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യലുള്ളൂ. മിലൻ്റെ സ്റ്റോറിയിൽ ഇന്ന് കണ്ടൊരു മോശാനുഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി കണ്ടു. എന്താണ് മോശാനുഭവപ്പെട്ടത്? മോശാനുഭവം ഞാൻ വ്യക്തമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഒന്നുമില്ല, ഇന്ന് ഞാനൊരു ഹൈലൈറ്റ് മാളിലുള്ള ഒരു ഷോപ്പിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അവിടുന്ന് ഇങ്ങനെ അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമല്ല ഒന്നാമത്. അത് നിങ്ങൾ ഫേസ്ബുക്കിൽ മിലൻ സോളിന്ന് അടിച്ചു കഴിഞ്ഞിട്ട് അതിലുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി, അതാവും കുറച്ചുകൂടെ നന്നാവുക. ഓക്കെ, അതെ, നമുക്ക് ഇത്തരമുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനാണ് നമുക്ക് വേണ്ടത്. നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്നും പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആണെന്നും പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്.
പിന്നെ നമ്മുടെ ഇപ്പോൾ ഫുഡ് വ്ളോഗിങ് ആയിക്കോട്ടെ, നമുക്കറിയാം നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് അല്ലേ, നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതി കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അറബ് സ്റ്റൈൽ ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഫോറിൻ സ്റ്റൈൽ ഫുഡൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഭക്ഷണത്തിൻ്റെ തന്നെ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫുഡ് വ്ളോഗിങ് അല്ലേ, ഫുഡ് വീഡിയോ, സോഷ്യൽ മീഡിയ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ അമിതമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നതിലൂടെ ഈ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് മരണനിരക്കായിക്കോട്ടെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഈ ശാസ്ത്രത്തിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ അത്തരം ഒരു ഫാസ്റ്റ് ഫുഡ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിക്ക് അതൊരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ രീതി ആയിക്കോട്ടെ, അത് മാറി ശരിയാണ്, നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അതൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ പുറമെ നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്നുള്ള സംഭവം നമ്മൾ കഴിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇപ്പോൾ ഈ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോട്ടൽസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്. ഹോട്ടൽസ് കൂടുന്തോറും ഹോസ്പിറ്റൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അതെ അതെ, കാലിക്കറ്റിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ബീച്ച് ഭാഗമൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഹോട്ടൽസിൻ്റെ എണ്ണൊക്കെ ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് മരണനിരക്കായിക്കോട്ടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി ഡിസീസുകളായിക്കോട്ടെ, ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ വരെ ഇത്തരം ഫാസ്റ്റ് ഫുഡിലൂടെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു ഫാസ്റ്റ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സൊസൈറ്റിക്ക് ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത്? പറയുന്നവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ബാഡ് ഇമ്പാക്റ്റ് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ലോക്കൽ സ്പോട്ടാണോ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം? അത് തന്നെയാണോ ലോക്കൽ സ്പോട്ട് എന്നുള്ള രീതിയിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞത് ലോക്കൽ സ്പോട്ടിലത്തെ ഫാസ്റ്റ് ഫുഡ്? അതെ, എല്ലാം ഈവൻ ഇപ്പം അറബ് ഫുഡുകളെല്ലാം, അറബ് എന്നല്ല മൊത്തത്തിലുള്ള, അപ്പോൾ അതാണല്ലോ ഇവിടെ കാലിക്കറ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യാൻസർ ചാൻസ്, കിഡ്നി ഇഷ്യൂസ്, ക്യാൻസർ ഒക്കെ കൂടുന്നൊക്കെയാണ് പറയുന്നത്. രണ്ടിലും വരും. മീൻസ് നിങ്ങളിപ്പം പറഞ്ഞ അറബിക് ഫുഡ് ആണെങ്കിലും പിന്നെ ഏത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഇന്നിപ്പം ഫുഡിലൂടെ കുറേ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് അങ്ങനെ മനസ്സിലായത് കേട്ടോ, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. അല്ല, ഇതിൽ പറഞ്ഞതൊക്കെയാണ്, പക്ഷേ ഇതിൽ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റ് ഫുഡി സ്പോട്ടുകൾ വളരുന്നു. അതുപോലെ തന്നെ ഞാൻ മെഡിക്കൽ റപ്പാണ്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. ഹോസ്പിറ്റൽസ്, ക്ലിനിക്കുകൾ, ആദ്യം ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത് ചപ്പാത്തി കമ്പനികളായിരുന്നു. ഇപ്പം അത് മാറി പിന്നെ ടർഫുകൾ വന്നു. ടർഫുകൾ മാറി പെട്രോൾ പമ്പുകൾ വന്നു. പെട്രോൾ പമ്പുകൾ മാറി ഇപ്പോൾ കൂടുതലായിട്ട് ക്ലിനിക്കുകളാണുള്ളത്. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും മുക്കിന് ക്ലിനിക്കുകൾ ഉണ്ടാവും. അത് ഒരു പക്ഷേ ഈ ഫുഡ് കൊണ്ടെന്നല്ല, പൊതുവേ നമ്മളെ മീൻസ് മലബാറികളുടെ ആഹാരശീലം ശരിക്കും അതിലൊരു മെയിൻ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം എന്ന് കരുതിയിട്ട് ഫുഡ് വ്ളോഗേഴ്സ് വ്ളോഗിങ് ഫുഡ് നിർത്തണം എന്നുള്ള മെൻറ്റാലിറ്റി ഒന്നും എനിക്കില്ല. അതുപോലെ തന്നെ അത് ഞാൻ പറയൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആരും വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ഹോസ്പിറ്റലിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നപ്പോൾ എന്താ രോഗം ഉണ്ടായിട്ടാണ്. അപ്പം നിങ്ങൾ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് സ്വാഭാവികമായിട്ട് തിരിച്ചറിയാനുള്ള സാക്ഷരത നമ്മുടെ കേരളത്തിലുണ്ട്. അത് നോക്കി കണ്ട് നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ പൊതുവേ ഈ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടാണ് പൊതുവേ ഞാൻ ഈ ഫുഡിന് പ്രൊമോഷൻ കൊടുക്കാത്തത്. പക്ഷേ ഈ ഫുഡ് ചെയ്യാത്തോടത്തോളം കാലം ഈ പെയ്ഡ് പ്രൊമോഷൻ്റെ എണ്ണം കുറയുന്നതാണ്. കാരണം ഞാൻ വളരെ വിരലെണ്ണാവുന്ന പെയ്ഡ് പ്രൊമോഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഫുഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുള്ളത്. അപ്പം അങ്ങനെ ആൾക്കാർ നിർത്തേണ്ടതില്ല. പക്ഷേ വെറുതെ കുറേ ആൾക്കാർ വന്നിട്ട് എന്താ പിന്നെ ചീത്തതിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വ്ളോഗേഴ്സ്, വെറുതെ നമുക്ക് ഫുഡ് തന്നാൽ മതി നമ്മൾ വീഡിയോ ചെയ്തു തരാം എന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അതെ, അതായത് 1 ലക്ഷം 2 ലക്ഷം ഫോളോവേഴ്സ്, അത് നല്ല രീതിയിലായിരിക്കില്ല അവരെ ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്. ബോട്ടടിച്ചും മറ്റടിച്ചൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്ളോഗേഴ്സ് ഇപ്പം ഉണ്ട് നിലവിൽ കാലിക്കറ്റ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ ഒക്കെ ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. നാളെ എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു എമൗണ്ട് മതിയാവില്ല നമുക്കതിനെ ഇതാക്കിയെടുക്കാൻ.
എനിക്ക് തോന്നുന്നു ഈ ഫുഡ് വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അവർ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോസ് ചെയ്യുന്നു. പക്ഷേ കഴിക്കുന്ന നമ്മളാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ? നേരത്തെ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതെ അതെ, അതായത് ഈ ഭക്ഷണം കഴിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ വീഡിയോ കണ്ടിട്ട് മാത്രമായിട്ട് പോകുന്നില്ല, വീഡിയോ കണ്ടവർ മാത്രമായിട്ടില്ല, നിങ്ങൾക്കത് കണ്ടിട്ട് നിങ്ങൾക്ക് ജെനുവിനായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം പോകാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഒരു മന്തി കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ജസ്റ്റ് ChatGPT ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. അപ്പം എന്നിട്ട് അല്ലെ അത് കണ്ടിട്ടും ആൾക്കാർ ഇപ്പോൾ ആരെങ്കിലും മന്തി കഴിക്കുന്നത് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് എൻ്റെ കൂടെ വന്നവന് ഈ മന്തിൻ്റെ ആളാണ്, അത് അവിടെ നിൽക്കുന്നത് എൻ്റെ ക്യാമറ മേനോനും എൻ്റെ സുഹൃത്തായ അഭിലാഷ് മന്തിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഓനോട് എനിക്ക് എന്തെങ്കിലും മന്തി സ്പോട്ടുകൾ കിട്ടുകയാണെങ്കിൽ ഓനെ വിളിച്ചുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, എന്നാലും എൻ്റെ ബാക്കിയൊക്കെ അഭിലാഷ് കഴിച്ചോളും, അതാണ്. അപ്പോൾ ഓനോട് ഇപ്പോൾ നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് ഇതുവരെ ഓനൊരു രോഗമില്ല അല്ല അഭിലാഷേ? ചെക്ക് ചെയ്യരുത്. ഇതിലും മന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ കോഴിക്കോട് ഇപ്പം വന്നിട്ടുള്ള ഏകദേശം ഒരു 3-4 മന്തി സ്പോട്ടുകളുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 1-2 മന്തി സ്പോട്ടുകളുണ്ട്. 2 സ്ഥലത്ത് ഇപ്പോൾ ഞാൻ അടുത്തിങ്ങനെ പോയി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്പോട്ടിൽ സത്യം പറയാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ പ്രൊമോഷൻ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ അതാക്കിയതാണ്. ഇത് മാത്രമല്ല 1-2 ഒരു 5 സ്റ്റാർ സെറ്റപ്പിലുള്ള 1-2 റെസ്റ്റോറൻറ്റ് നമ്മൾ കോഴിക്കോട് വന്നിട്ട് അതിൻ്റെ പ്രൊമോഷൻ വിളിച്ചിട്ട് ഞാൻ അതുവരെ പോയിട്ടില്ല. കാരണം അവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ പോവാതെ കാരണം. അല്ല, അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് എനിക്ക് കുറച്ചൊരു മതിപ്പുള്ളത്. കാരണം ഇവനൊക്കെ ചെയ്യുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ജെന്യുവനായിട്ടുള്ള, നമുക്കറിയാമല്ലോ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം, ചിലപ്പോൾ അതിന് 8,000-9,000 വ്യൂസ് ഉണ്ടാവുള്ളൂ, പക്ഷേ ആ വ്യൂസും ജെന്യുവനായിരിക്കും. ഇതിപ്പം ചില ലോക്കൽ ഫുഡ് പ്രൊമോട്ട് ചെയ്ത് അതിന് ബോട്ടടിച്ച് 1-2 ലക്ഷം വ്യൂസാക്കി ഈ ചെയ്യുന്ന ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടാവില്ല, പക്ഷേ അത് ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫുഡായിരിക്കും ആൾക്കാരുടെ അടുത്ത് എത്തുന്നത്. അങ്ങനെയും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പം ഞങ്ങളൊക്കെ ഇനി ഫുഡിലേക്ക് ഇറങ്ങണം എന്നല്ലാണ്ട് ഈ ഫുഡിൽ ഇറങ്ങിയ ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും നിർത്താൻ പോകണില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്തായിക്കോട്ടെ, ഈ ഒരു ജേണിയിൽ, ഈ ഒരു കാലിക്കറ്റ് ഫുഡി സ്പോട്ട് എന്നുള്ള ഒരു ജേണിയിൽ നെഗറ്റീവ് കമൻറ്റ്സ് ആയിക്കോട്ടെ, മറ്റ് പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, ഇതിനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തിട്ട് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള റീസൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ തരണം ചെയ്യുന്നത്? ശരിക്കും ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നെഗറ്റീവ്, അവർക്കിപ്പം ഭയങ്കര ദേഷ്യമായിട്ടുള്ള ഒരു ടൈമായിരിക്കും. ചിലപ്പോൾ ഫാമിലിനായിട്ടൊക്കെ പോയിട്ട് ഒരു 10-12 ആൾക്കാർക്ക് പോയിട്ടായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. അങ്ങനെയുള്ളൊരു ടൈമിൽ അവരുടെ പ്രഷർ തീർക്കുക എന്നുള്ളത് ശരിക്കും കമൻറ്റിൽ വന്നിട്ട് പറയാന്നുള്ളതാണ്. അങ്ങനൊക്കെ സംഭവം പറഞ്ഞു വന്നാൽ അതിനെ ഒന്നെങ്കിൽ അവരോട് എന്താ സംഭവം എന്നുള്ളത് നമ്മൾ പേഴ്സണലി അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ അവർ പേഴ്സണലി നമുക്ക് അയക്കണം. എൻ്റെ മാക്സിമം വന്നിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും റീഡ് ചെയ്യാറുണ്ട്, മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്, ഒരു വിധമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് കമൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരും. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റുകൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ് വരും. പക്ഷേ ആദ്യമൊക്കെ ഓപ്പണായിട്ട് പറയാം, തന്തക്കും തള്ളക്കൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്, അത് നോയിട്ട് കാര്യമല്ല. പക്ഷേ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര സങ്കടമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ കരുതി അതങ്ങനെ നമ്മളിപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എൻ്റെ ദേഷ്യം അതൊക്കെ ഞാൻ അവിടെ കാണിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഒഴിവാക്കി. എന്തിന് ഞാനും എൻ്റെ വൈഫ് നിൽക്കുന്ന ഫോട്ടോ ഇട്ടുണ്ടെങ്കിൽ ഒരാൾ പറയും ഹാപ്പി ആനിവേഴ്സറി, എന്താ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരാൾ പറയും ഹാപ്പി ആനിവേഴ്സറി, മറ്റൊരാൾ പറയും എന്തിനാണ് ഇവളെ കെട്ടി വയ്ക്കും. ഇങ്ങനത്തെ ഒക്കെ പല രീതിയിലുള്ള കമൻറ്റാണ് വരുന്നത്. ഇപ്പോൾ ഒരു അമ്മേനെ തല്ലിയുണ്ടെങ്കിൽ 3-4 അഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ ഈ ഫേസ്ബുക്കിലുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് അതിലുള്ളത്. അപ്പോൾ നെഗറ്റീവൊക്കെ നോക്കി ഞാൻ ചെറിയ കാര്യത്തിന് പോലും ടെൻഷനാകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോക്ക് കമൻറ്റ് വരികയാണെങ്കിൽ എനിക്കത് അങ്ങനത്തെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം ഞാനതിൽ അങ്ങോട്ട് ആയിപ്പോയി. കാരണം ഞാൻ ആ ഒരു നെഗറ്റീവ് വിചാരിച്ച് ഞാൻ അവിടെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് ആൾക്കാർക്ക് ഇനിയും ചെയ്തു കൊടുക്കാനുള്ള വീഡിയോസ് ഉണ്ടാവും. എൻ്റെ വീഡിയോസ് കാത്തിരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് കാര്യങ്ങളുണ്ടാവും. അതായത് ചെറിയ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്ന എൻ്റെ ഫോളോവേഴ്സിന് ശരിക്കും അതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര ഒരു സമാധാനമുള്ള സമയത്ത് ഈ വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് അങ്ങനെയാണ് ആഗ്രഹിക്കൽ. ഇതിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞത് ശരിക്കും വെറുതെ ഇടുന്ന ആൾക്കാരുണ്ട്.
അതായത് രണ്ട് റെസ്റ്റോറൻറ്റ് ഒരുമിച്ച് നിൽക്കുകയാണ് വിചാരിക്കുക. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ഇടിപ്പിക്കുന്ന ഒരു സംഭവം കൂടുണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിനനുസരിച്ച് ആ വീഡിയോ റീച്ച് ആവാന്ന് മനസ്സിലാക്കുന്നില്ല, അതാണ് പ്രശ്നം. റീച്ച് എത്ര ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, എത്രയാണോ റീച്ച് കാരണം വെച്ചാൽ അത് ജെനുവിൻ ആയിരിക്കണം എന്നുള്ള സംഭവമാണ്. അപ്പം ഇതിലിപ്പം എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ഇന്നെക്കാട്ടി മുമ്പ് നോക്കുന്ന ഒരാളുണ്ട്, റബീഹ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത് അവൾ ഇരിക്കുന്ന റിൻഷ, അവളൊക്കെ കമൻറ്റ് ഫുള്ള് നോക്കാറുണ്ട്. എന്നിട്ട് ഞാൻ കാണാത്ത കമൻറ്റൊക്കെ ആണെങ്കിൽ അവൾ പറഞ്ഞുതരും എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, ഇതിനെങ്ങനെ പ്രതികരിക്കണം, നല്ലപോലെ ആണെങ്കിൽ നല്ലപോലെ, അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം, നമ്പർ വാങ്ങിക്കോളി, അതൊക്കെ പറഞ്ഞുതരാറുണ്ട് കാര്യങ്ങളൊക്കെ. ഈ നെഗറ്റീവ് കമൻസിനെ പോലും വളരെ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് രണ്ടുപേരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതായത് പോസിറ്റീവായുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം എന്നാണ്. അതായത് നെഗറ്റീവ് കമൻറ്റിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പോസിറ്റീവായിട്ട് കാണാൻ കഴിയില്ല. വാപ്പനും ഇമ്മനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ കഴിയില്ലല്ലോ. പക്ഷേ അതിൽ ഞാനിപ്പം ഇത് വിളിച്ചു കഴിഞ്ഞ് അപ്പം ഞാൻ തിരിച്ച് അവൻ്റെ അച്ഛനെ അമ്മനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്കാർ നോക്കല്ലേ മിലൻസോള്ളി ഇവൻ്റെ തള്ളക്കും വിളിക്കുന്ന ആളാണ് എന്നുള്ളൊരു, മറ്റവൻ ഏതോ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റുകൾ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കലാണ്, ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ അത്തരം കമൻസ് വരുന്ന സമയത്ത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോവുക, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് രണ്ടുപേരുടെ അഭിപ്രായം വരുന്നത്. അപ്പോൾ നമ്മുടെ യൂത്തിന് ഇപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആവാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു തലമുറയാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ജേണിയിലോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി എന്തെല്ലാം വേണം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് അഭിപ്രായം? ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി, അതുപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ആകാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒന്നുകൂടിയും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യൂട്യൂബിൽ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ യൂട്യൂബ് ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ഇടില്ല കേട്ടോ, 2 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ 2, 3, 4 വീഡിയോസ് ഇട്ട് യൂട്യൂബിലൊക്കെ. പക്ഷേ യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാർ കണ്ടിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ഇത്ര 26 സംതിങ് ഫോളോവേഴ്സൊക്കെ അയക്കണമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ 28,000 ഫോളോവേഴ്സ് ആകുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ 28,000 ഫോളോവേഴ്സ് അയക്കണമെന്ന് അറിയുന്നത്. കാരണം ഞാൻ ഏതോ കാലം ഓണാക്കി വെച്ചതാണ്, ഓട്ടോമാറ്റിക്കലി പിന്നെ ഇൻസ്റ്റഗ്രാമിലിടുമ്പോൾ ഫേസ്ബുക്കിലും ഓട്ടോമാറ്റിക് പോസ്റ്റ് ആവുന്ന രീതിയിലെന്നുള്ളത് ഏതോ കാലം ഓണാക്കി വെച്ചതാണ്. 28,000 ഫോളോവേഴ്സിട്ട് ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്ര അയക്കണം എന്നുള്ളത്. ഇപ്പം അടുത്ത് 44 സംതിങ് ആയിട്ടുണ്ട്. ഇപ്പം അടുത്ത് 54 ആയോ, 44 അല്ലേ, അറിയില്ല, അങ്ങനെ എന്തോ ആണ്, ഞാൻ നോക്കില്ല അങ്ങനെ. അതായത് ഇപ്പോൾ ഇതിൽ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചെറിയ വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? വ്ളോഗ് ഞങ്ങളല്ല മാത്രമല്ലല്ലോ, ചേർന്നോ ഡാൻസാ ആങ്കർ? അത് കുറച്ച് ധൈര്യം വേണ്ട പരിപാടിയാണ്. അത് നമുക്ക് അല്ലേ, നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞാതിരി റവി പറഞ്ഞാതിരി തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിനേക്കാളും ഇത് രണ്ടുമാണ് കുറച്ചുകൂടെ നന്നാവുക. കാരണം യൂട്യൂബിൽ പൊതുവെ ഫാമിലി കണ്ടൻ്റാണ് കൂടുതലായിട്ട് ആൾക്കാർ തിരയുന്നത്. പിന്നെ അതുപോലെ ചെറിയ കുട്ടികളാണ് അധികം യൂട്യൂബിലായി കയറുന്നത്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമാണ് കൂടുതലായിട്ട് ആൾക്കാർ നോക്കുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ടൊന്നും തുടങ്ങരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതായത് പെയ്ഡ് വർക്ക് കഴിഞ്ഞു വരും. അതെ, പെയ്ഡ് വർക്കിൻ്റെ കാലഘട്ടങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് ആൾക്കാരെ വ്ളോഗേഴ്സാക്കി മാറ്റി. ഇപ്പം ഏതെങ്കിലും ഒരു എക്സ് ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നു, അതിലുള്ള ആൾ തന്നെ എന്തായി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്നു, പിന്നെ അയാൾ തന്നെ തുടങ്ങുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരുപാട് അങ്ങനത്തെ വ്ളോഗേഴ്സ് തന്നെ വന്ന് തുടങ്ങിയതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണും എടുത്തിട്ട് ഫുഡ് തരണേ അല്ലെങ്കിൽ ഡ്രസ്സ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പെയ്ഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലഘട്ടമൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് പ്രൊഫഷനായിട്ട് പാഷനായിട്ട് എടുക്കാം. നിങ്ങളെ അനുഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി യാത്രകളൊക്കെ ചെയ്യുക. യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോൾ വലിയ ട്രാവൽ വ്ളോഗറായിട്ട് ഇവിടെ ഇരിക്കുകയല്ല. ഞാനിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇട്ടവട്ടം മാത്രം കറങ്ങിയ ഒരു വ്യക്തിയാണ്. കേരളം, കർണാടക, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര, ഇത്രയും സ്ഥലം, ആന്ധ്ര, ഇത്രയേ ഞാൻ കറങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ അതായത് ഓൾ ഇന്ത്യ അടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതിന് പൈസയും വേണം, അതുപോലെ തന്നെ സമയം വേണം. അപ്പം നിങ്ങൾ എവിടെയാണോ ഈ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമ്മളിപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ പോവാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എപ്പം പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ പോവുക, അതൊക്കെ ഇൻസ്റ്റഗ്രാം വീഡിയോ ആക്കുക, ഇടുക. നിങ്ങളെ എന്താ പറയുക, അതൊരു പാഷനാക്കി മാറ്റുക. അല്ല പ്രൊഫഷനായിട്ട് ഈ ഒരു വ്ളോഗിങ്
ഞങ്ങൾക്ക് പാരാവെന്ന് വിചാരിച്ച് പറയാമല്ലോ കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഇനിയുള്ള അതെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ AI ഒക്കെ ഉള്ള ടൈമാണല്ലോ. അതായത് AI പ്രോംപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പെയ്ഡ് കൊളാബറേഷൻ ഇപ്പോൾ ഒരു കമ്പനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AI യൂസ് ചെയ്യാം. അപ്പോൾ ഭാവിയിൽ അത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു വെല്ലുവിളിയായിട്ട് മാറും ഈ ഒരു AI. അല്ല, ഇപ്പൊ തന്നെ വർത്തമാനത്തിൽ നല്ല വെല്ലുവിളിയാണ്. അല്ല, ആയിക്കൊണ്ടിരിക്കണ്ടേ. അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇപ്പം വൈറലാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ഒരു ശരിക്കും പറഞ്ഞാൽ 12 വീഡിയോസാണ് കണക്ക്. ഒരു 6 ദിവസം കൊണ്ട് 12 വീഡിയോസ്, അല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് 12 വീഡിയോസ്, ഓരോ ദിവസം ഓരോന്ന് വെച്ച് കഴിഞ്ഞിട്ടാലും വീഡിയോസ് എന്നൊന്നുമില്ല, ഏത് വീഡിയോസ് ഇട്ടാലും വൈറലാവും എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നുള്ള സംഭവം മാത്രമാണ്. 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ വേറെ അതിലും അടുത്ത വീഡിയോസ് കയറിയാൽ മതി, സംഭവം അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ പല വീഡിയോസ് വലിയ ഇതിനിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും വ്യൂസ് ഉണ്ട് ഈ AI വീഡിയോക്ക്. അതൊക്കെ രസം. കാരണം അങ്ങനത്തെ AI കാണാൻ ആൾക്കാർ, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അതിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പ്രൊഫഷനായിട്ട് എടുക്കണ്ട, പാഷനായിട്ട് എടുക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇതേപോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വലിയ എമൗണ്ട് ഒന്നുമില്ല, പണ്ടൊക്കെ വലിയ എമൗണ്ട് കിട്ടിയിരുന്നു എന്നാണ് അറിഞ്ഞത്. അല്ല, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ വിഡ്രോ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതല്ല, അതിൽ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. പണ്ട് 1 മില്യൺ വ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ വ്യൂസ് അല്ല, ശരിക്കും എൻഗേജ്മെൻ്റ് ആണ് നോക്കുന്നത്. അതായത് നമ്മളെ കമൻറ്റ്, ലൈക്ക്, ഷെയർ, ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പണ്ട് 1 മില്യണൊക്കെ ഒരു വീഡിയോ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു $30 കിട്ടുമായിരുന്നു. $30 ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 2700 രൂപ വരും. പക്ഷേ ഇപ്പം ആ സെയിം 1 മില്യൺ വീഡിയോസിന് നമുക്ക് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു $8, $9, $10. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ഫേസ്ബുക്കിലേക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നു, ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ എന്താ ഷെയർ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത്ര പരസ്യങ്ങളായിരിക്കും ചിലപ്പം ഫേസ്ബുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഷെയർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവർ ഇത് കുറച്ചിട്ടുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നല്ല എഴുത്ത് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, നമുക്കിപ്പോൾ പോസ്റ്റ്, അതായത് സാധാരണ നിങ്ങൾ എഴുത്തിന് തന്നെ പോസ്റ്റിന്, സ്റ്റോറീസിനൊക്കെ പൈസ കിട്ടും വൺസ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എനാബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫേസ്ബുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിനേക്കാളും പെട്ടെന്ന് ഫോളോവേഴ്സ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. നേരത്തെ മിലൻ പറഞ്ഞു നമ്മളിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ആയിക്കോട്ടെ, അതൊരു പാഷനായിട്ട് എടുത്താൽ മതി, പ്രൊഫഷനായിട്ട് എടുക്കണ്ട എന്നുള്ളത്. മിലനിപ്പോൾ പ്രൊഫഷനായിട്ടാണോ എടുത്തുള്ളതിൽ പാഷനായിട്ടാണോ? അല്ലല്ല, ഒരിക്കലും പ്രൊഫഷനല്ല. ഞാൻ മെഡിക്കൽ റപ്പായിട്ട് തന്നെ, അത് ഞാനിപ്പോൾ നല്ലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാനിപ്പം എൻ്റെ ഈ മിലൻ സോൾലി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ചാനലും കൊണ്ടാണ് മുന്നോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര പെയ്ഡ് വർക്കേ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും ഏണിങ്സൊക്കെ അതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള, നമ്മളിപ്പോൾ നമ്മൾ ഒരു വർക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു 10,000 സാലറി ഉള്ളത് 15,000 ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്ത് EMIയിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ എടുത്ത് ഞാൻ വലിയൊരു EMIൻ്റെ കൂമ്പാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ വർക്ക് ഈ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം എൻ്റെ കൈവിട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് വളരെ കുറഞ്ഞ വീഡിയോസ്, ആകെ 250 വീഡിയോസേ ഞാൻ ആകെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ 250 വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലീവ് കിട്ടുന്ന, കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാനിത് കള്ളത്തരം കാണിച്ചിട്ട് പിന്നെ വർക്ക് കട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പബ്ലിക്കാണ്, എല്ലാവരും കാണും. അപ്പം നമുക്ക് ലീവുള്ള സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ലീവ് കിട്ടുന്ന സമയത്ത് ലീവ് എടുത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം 250 വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷത്തിലൊരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 70 വീഡിയോ വരുള്ളൂ, 80 വീഡിയോ വരുള്ളൂ. വർഷത്തിൽ 80 വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം അത്രേ ഉള്ളത്, യാത്ര ചെയ്താലേ എനിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു പ്രൊഫഷനായിട്ട് കണ്ടിട്ടില്ല എന്നല്ല, അത് കാണാനൊക്കെ ആഗ്രഹമുണ്ട്. വലിയ വ്ളോഗേഴ്സൊക്കെ തന്നെ വീട് വെക്കുമ്പോഴും കാർ വാങ്ങുമ്പോഴൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഇനി അങ്ങോട്ട് എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ഒരു ഫീൽഡൊക്കെ ഏകദേശം ഔട്ടായി തുടങ്ങി. അപ്പം പാഷനായിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ മാനസികമായിട്ട് അങ്ങനെ പാഷനായിട്ട് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് റബിൻ ഇതിനെ നോക്കി കാണുന്നത്? ഇപ്പം നിലവിൽ പ്രൊഫഷനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിലവിലുള്ള കാര്യം കേട്ടോ. ഏകദേശം ഞാൻ ഇപ്പോൾ 2 വർഷത്തിൻ്റെ മുമ്പുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ തന്നെ ഒരൊറ്റ മാസത്തിൻ്റെ, ഞാനിപ്പോൾ ഒരു 6-7 വർഷമായിട്ട് കണ്ടിന്യൂസ് ഒരു ഫാൻസി ഷോപ്പിലായിരുന്നു, രാമനട്ടര
ഫാൻസി ഗിഫ്റ്റ്, ഫുട്വെയർ, ഡെക്കറേഷൻസ്, ടോയ്സ്, സ്പോർട്സ് ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു ഷോപ്പാണ്. രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ളതാണ്. അപ്പം അവിടെ വർക്ക് ചെയ്ത ടൈമിൽ അന്ന് എൻ്റെ സാലറി 12,000 to 15,000 ഉള്ളിലായിരുന്നു. ചിലപ്പോൾ 12,000 ആയിരിക്കും, ചിലപ്പോൾ 15,000 ആയിരിക്കും. ഷോപ്പിൻ്റെ സെയിൽസിനനുസരിച്ചാണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ഇതിലേക്ക് കയറിയിട്ടൊരു മാസം തന്നെ 4,15 ലക്ഷം റുപ്യ, 4.5 ലക്ഷം റുപ്യ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിലേക്ക് മാറിക്കൂടാ എന്നുള്ളൊരു സംഭവം വന്നപ്പം ഇതിലേക്ക് കയറിയതാണ് സംഭവം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ടൈറ്റ് ഫീൽഡാണ്. കുറേ വ്ളോഗേഴ്സ് ഇപ്പം വന്നുകൊണ്ടേയിരിക്കുകയാണ് കാലിക്കറ്റിൽ നിന്നുള്ള കേരളത്തിൽ തന്നെ ഒരുപാട് വ്ളോഗേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. അത് മാത്രമല്ല, ഈ ഫീൽഡ് എന്തായാലും ഔട്ടാവും. ഇപ്പോൾ ടിക്ടോക്ക് പോലെ തന്നെ എന്തായാലും ഇൻസ്റ്റഗ്രാമും ഒരു ടൈമിൽ എന്തായാലും ഒഴിവാകും. അപ്പം അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് നോക്കണം. ഇപ്പം ഇനി വരാൻ പോകുന്നൊരു എന്തെങ്കിലും എമൗണ്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബിസിനസ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അല്ല, അതാണ് ബെറ്റർ ഓപ്ഷൻ അതാണ്. കുഴപ്പമില്ലാത്ത, അതായത് ഇത് സൈഡായിട്ട് മാത്രം കൊണ്ടെടുക്കാം. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവി ഇതിപ്പോൾ ഇതിൽ ഒരു കയ്യടി അറിയിക്കുന്നുണ്ട്. അതായത് 12-13 റുപ്യ സാലറി വാങ്ങിയ ഒരാൾ ഒരു മാസം ഇത്ര ഏൺ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കഴിവാണ്. അതവൻ്റെ വിജയം തന്നെയാണത്. കയ്യടിക്കടാ, ആള് കുറവാട്ടോ, ആള് കുറവാ. ആസ് എ ട്രാവൽ വ്ളോഗർ എന്നുള്ള നിലക്ക് വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾ അവിടെ പോയി യാത്ര ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ട്രാവലിംഗ് സ്പോട്ട് ഏതാണ്? അങ്ങനെ ഒരു സ്പോട്ടായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പോയതിൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം മേഘമല നല്ലൊരു ഓപ്ഷനാണ്. മേഘമലയിൽ ബൈക്കിൽ പോകണം, അത് ആ സീസണിൽ പോകണം. മേഘമല ആരെങ്കിലും പോയിട്ടുണ്ടോ? മേഘമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനി കമ്പം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ചിന്നമന്നൂർ എന്നൊരു 40 കിലോമീറ്റർ ഫോറസ്റ്റ് റൂട്ടാണ്. അത് നമുക്കവിടെ ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ഇല്ല, പിന്നെ ഗൂഗിൾ പേ ഇല്ല, ഹോട്ടലില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ ചെറിയ ചെറിയ കടകളാണ്. പിന്നെ നമ്മൾ ചിന്നമന്നൂരിൽ നിന്ന് കഴിച്ചിട്ട് പോകണം. മേഘമലയുടെ സീസൺ പറഞ്ഞില്ല, അതിപ്പോൾ ശരിക്കും ഏതാണ് സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോയ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നവംബർ ഡിസംബർ ആ ടൈമിലാണ് പോയത്. ഏകദേശം ഒരു ഒക്ടോബർ മുതൽ നമ്മൾ ഈ തണുപ്പുള്ള സീസൺ ഒക്ടോബർ മുതൽ ഏകദേശം ഫെബ്രുവരി വരെ സീസൺ തന്നെയാണ് അവിടെ. വരുന്ന സീസണിൽ പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ താല്പര്യമുണ്ട്, എനിക്കിനിയും പോകാൻ താല്പര്യമുണ്ട്. അപ്പം മൂപ്പര് പോകുന്ന പറഞ്ഞ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൽ പറയാനുള്ളൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിൽ തന്നെ പോകണം അവിടെ. കാരണം ഈ ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഹെയർ പിൻ വളവുകളും അതുപോലെ തന്നെ കയറ്റങ്ങളും, ഭയങ്കര ക്ലൈമറ്റ്, ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഞാനിപ്പം ഫേസ്ബുക്കിലൊക്കെ ഇതിനെക്കുറിച്ച് മേഘമലനെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട്. പക്ഷേ അവരൊക്കെ ഈ സീസൺ അല്ലാത്ത സമയത്ത് പോകുന്ന ആൾക്കാരാണ്. അവിടെ ഭയങ്കര വെയിലാ കാര്യം. അതിപ്പോൾ ഏത് സമയമാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില സമയം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വെറുതെ പോകും, ഒരു തണുപ്പും ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഏത് സ്ഥലവും പ്രത്യേകിച്ച് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയായിരിക്കും. എനിക്ക് അങ്ങോട്ട് മുകളിലോട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല, എന്നാലും ഞാൻ പോയിടത്തോളം എൻ്റെ ഒരു നല്ലൊരു എനിക്ക് പോകണം ഇനിയും ആഗ്രഹമുള്ളൊരു ഓപ്ഷൻ ഈ മേഘമല തന്നെയാണ്. ട്രാവൽ ബ്ലോഗർ ആയതുകൊണ്ടാണ് ബെസ്റ്റ് ട്രാവലിംഗ് സ്പോട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലക്ക് ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാലിക്കറ്റിലെ ബിരിയാണി സ്പോട്ട്, മന്തി സ്പോട്ട്, അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ബിരിയാണി സ്പോട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹുസൈൻസ് ഉണ്ട്, പാരഗൺ ഉണ്ട്, റഹ്മത്ത് ഒരു ടൈമിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ എല്ലാവരെയും പറഞ്ഞോ, വർക്ക് കിട്ടൂല. അത് കുഴപ്പമില്ല, വർക്കിലല്ല ഇപ്പത്. റഹ്മത്ത് ഒരു ടൈമിൽ നല്ല ഇഷ്ടപ്പെട്ട സ്പോട്ട് ആണ് റഹ്മത്ത്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് പാരഗൺ. ഓഫ് കോഴ്സ് പാരഗണിലെ ലഗോൺ ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. മന്തി സ്പോട്ട് ആണെങ്കിലോ? മന്തിയിൽ 2 സ്പോട്ടുണ്ട്, പക്ഷെ 2 ഒരേ തന്നെ ആയിപ്പോയി. നെഹദിയും സൂഫിയും 2 ഒരേ ആൾക്കാരുടെ, പക്ഷെ അത് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിയില്ല കേട്ടോ. പക്ഷെ അതൊരു നല്ല മാർക്കറ്റിംഗ് തന്ത്രമാണത്. കാരണം ഇന്റേണൽ കോമ്പറ്റീഷൻ ആണ്, അത് ഭയങ്കര അടിപൊളിയാണ് സംഭവം. പക്ഷെ ഞാനൊരു മന്തി ലവർ അല്ലാത്തതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണെങ്കിൽ അഭിലാഷിനെ വിളിക്കേണ്ടി വരും. ഞാൻ നല്ല മന്തി ലവർ ആണല്ലേ. മയോണൈസാ മെയിൻ. ബിരിയാണി എനിക്കൊരു നല്ല സ്പോട്ടായിട്ട് തോന്നിയത് ഇപ്പം പാരഗൺ, റഹ്മത്ത് എല്ലാം നല്ല പറയാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് ഒരു നല്ല സ്പോട്ട് ഈ ആദ്യം പറഞ്ഞ ഹുസൈൻസാണ്. ഹുസൈൻസ് അത്യാവശ്യം നല്ല, അവിടെ ഇരിക്കാൻ സൗകര്യം കുറവാന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും നല്ല സ്പോട്ടാണ്. അതുപോലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എന്താ സോഫ്റ്റ് ബിരിയാണി, സോഫ്റ്റ് എനിക്ക്
ആണല്ലേ. സോഫ്റ്റ് വിങ്ങിക്ക് അത്യാവശ്യം നല്ല വർക്കായ ബിരിയാണിയാണ്. നമുക്ക് സമയപരിമിതി മൂലം ഈ സെഷനെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഒരു ഒറ്റ ചോദ്യത്തിനോട് കൂടി ആ സെഷൻ അവസാനിപ്പിക്കാം. ഒരു യുവത്വത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലക്ക് യൂത്തിന് കൊടുക്കാൻ പറ്റുള്ള അഡ്വൈസ് എന്താണ്? യൂത്തിന് ഞാൻ യൂത്ത് അല്ല ശരിക്ക്. അല്ല, ഒരു 30 വയസ്സിൻ്റെ മുകളിൽ കയറിയാൽ പിന്നെ യൂത്തായോ? ശരിക്കും എത്ര വയസ്സുണ്ട്? ആ അപ്പോൾ വയസ്സ് എത്ര ഉണ്ട്? വയസ്സ് ഈ ഗസ് 38. അല്ല, എനിക്ക് 34 വയസ്സുണ്ട്. പിന്നെ അപ്പം യൂത്തിന് കൊടുക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നിങ്ങൾ യാത്ര ചെയ്യുക. ഫുഡ് കഴിക്കണം എന്ന് ഞാൻ പറയില്ല, അതോ പറഞ്ഞോളൂ. പക്ഷേ യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. നിങ്ങളെ തൊട്ടടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിങ്ങളിപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ. അതുപോലെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളിൽ തന്നെ പല സമയങ്ങളും, ഇപ്പോൾ കാലിക്കറ്റ് ബീച്ച് നിങ്ങൾ ഉച്ചക്കും വൈകുന്നേരം പോകുന്ന പോലെ ആയിരിക്കില്ല ഒരു 12 മണി 1 മണിക്കാകുമ്പോൾ പോകുന്ന സമയത്തുള്ളൊരു വൈബ് രാത്രി കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളെ അടുത്തുള്ള സ്പോട്ടുകൾ തന്നെ നിങ്ങൾ മാക്സിമം യാത്ര ചെയ്യുക. യാത്ര ചെയ്താലേ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കിട്ടൂ. ഒരുപാട് ആൾക്കാരെ കാണാൻ, ഒരുപാട് എന്താ പറയുക കൾച്ചർ കാര്യങ്ങളെല്ലാം. പ്രത്യേകിച്ച് നമ്മളെ നിയറസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട. അത് വേറൊന്നും കൊണ്ടല്ല, പിന്നെ അതായത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്. ഇപ്പം ഞാൻ പൊതുവേ എനിക്കധികം ലീവ് കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോകും. അത് ഒരു ഭയങ്കര വല്ലാത്ത സ്ഥലമാണ് അത്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു കാലാവസ്ഥ, അതുപോലെ തന്നെ അവിടുത്തെ ഒരു കൾച്ചർ കാര്യങ്ങൾ, അവിടുത്തെ ഫുഡ്, പിന്നെ ഈ സൂര്യകാന്തി തോട്ടങ്ങൾ, പിന്നെ ഹിമത് ഗോപാൽ സ്വാമി ടെമ്പിൾ, പിന്നെ മറ്റേ എന്താ ഹുലിഗര ടെമ്പിൾ, അങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ഒരുപാട് സ്പോട്ടുകൾ. പിന്നെ കാട്ടിലൂടെ യാത്രയും. അപ്പോൾ അതൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. നമുക്കിവിടെ കാലിക്കറ്റിന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, പോവുക. കേരളം അല്ലാതെ അടുത്തുള്ള സ്ഥലങ്ങൾ, അല്ല അടുത്തുള്ള സംസ്ഥാനങ്ങളിലെ കൾച്ചർ കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ഇഷ്ടം പോലെ യാത്ര ചെയ്യുക. അതുതന്നെയാണ് എനിക്ക് യൂത്തിന്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് എത്താൻ വൈകിപ്പോയി. 31 വയസ്സിലാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്, ഈ ട്രാവൽ വ്ളോഗിൽ. എന്നാലും നിങ്ങളൊക്കെ ചെറിയ ആൾക്കാരാണ്, 22, 24 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ 22 ഇല്ല, എന്നാൽ 19, 18 ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊക്കെ കൂടുതലായിട്ട് ഒരു സൺഡേ കിട്ടുമ്പോഴെങ്കിലും നിങ്ങൾ ഇറങ്ങുക. വേറെ ഫോണിൽ ഞാനും ഫോൺ അഡിക്റ്റാണ്, പക്ഷെ എന്നാലും ഫോണിലൊക്കെ കളിക്കാണ്ട് നിങ്ങൾ ഈ ഒരു യാത്രയെ സ്നേഹിച്ച് നോക്കുക. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫുഡ് ബ്ലോഗർ എന്ന നിലക്കല്ലാതെ നമുക്കിപ്പോൾ ഒരു യൂത്ത് എന്നുള്ള നിലക്കായിക്കോട്ടെ, അല്ലെങ്കിൽ അഡൽട്ട് എന്നുള്ള നിലക്കായിക്കോട്ടെ, നമുക്ക് യൂത്തിന് കൊടുക്കാൻ പറ്റുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇത്രയും ജീവിത നോക്കുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലായിടത്തും നല്ല ഫുഡ് അല്ല എന്നല്ല, എന്നാലും നല്ല ഫുഡ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് കുറച്ച് പണിയാണ്. ഫുഡ് ബ്ലോഗർ എന്നതിന് ഉപരി, അതായത് അതല്ലാതെ നമുക്ക് എന്താണ് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് ഉള്ള നിലക്ക് റബിൻ്റെ അഭിപ്രായത്തിൽ? പേഴ്സണലി ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ അവരോട് ചോദിക്കുകയാണ്. ടൈമായില്ലേ? എനിവേ നമുക്ക് സമയമായിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഇപ്പോൾ ഇവിടെ ക്രൗഡ് ഞാൻ സത്യം പറയണമെങ്കിൽ ഇതിനേക്കാളും ഇരട്ടി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം വരികയാണെങ്കിലും ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണം, ഒന്നാമത് ഇത്രയും നല്ലൊരു സ്റ്റേജ്, രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ, അതായത് ഇപ്പോൾ ഞാനായാലും ഇവനാണെങ്കിലും ഞങ്ങളെ രണ്ടാളെയും നിങ്ങളെല്ലാവരും അറിയാമെന്നുള്ളതാണ്. അതായത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഒരാളോട് ഫോളോ ചെയ്യാൻ വേണ്ടി പറയില്ല. പക്ഷേ ഞാൻ 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ അക്കൗണ്ട് ഫോളോ ചെയ്യണം. കാരണം വെറുതെ അല്ല, ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എന്താണെന്ന്, ഇപ്പോൾ ഇവിടെ വന്നിരുന്ന 1 മണിക്കൂർ ഞങ്ങൾ ഈ തള്ളിയതൊക്കെ തള്ളാണോ, അല്ലെങ്കിൽ ഞങ്ങളൊരു റിയൽ ലൈഫാണോ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ സത്യങ്ങളാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചാനൽ മനസ്സിലാക്കണം. ഞങ്ങളെ ചാനലിൽ എന്താണ് ഞങ്ങൾ ഇടുന്ന കണ്ടന്റുകൾ എന്താണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിൽ ആരെങ്കിലും നമ്മളെ 2 അക്കൗണ്ട്, ആരെങ്കിലും ഒരാളുടെ അക്കൗണ്ടെങ്കിലും ഫോളോ ചെയ്ത ആൾക്കാരുണ്ടോ? ഒരാളെങ്കിലും ഉണ്ട്? ഔ മാഷാ അല്ലാ.
ഒരാളുണ്ട് അത് മതി. ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. അപ്പം അപ്പോൾ ബാക്കിയുള്ള എല്ലാവരുടെയും ഫോളോവേഴ്സ് ബാക്കിയുള്ള എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പം അതിൽ ഞങ്ങളിപ്പോൾ ഇവിടെ പരിപാടി ഇവിടെ പേര് കൊടുത്ത സമയത്ത് ഞങ്ങളെ അക്കൗണ്ടിൻ്റെ പേര് ഒരു ഇംഗ്ലീഷിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാരണം എൻ്റെ പേര് മിലൻ എന്നാണ്, മിലൻസ് ഓൺലി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഇതെല്ലാവരും സെർച്ച് ചെയ്യൽ MILAN എന്നാണ്, അതായത് മിലൻ. സ്വാഭാവികമായിട്ട് അതാണ് സ്പെല്ലിങ്. MILAN എന്ന് സെർച്ച് ചെയ്യും, അക്കൗണ്ട് കിട്ടൂല, കഴിഞ്ഞ്. എൻ്റെ സ്പെല്ലിങ് വെച്ചാൽ MILEN ആണ്, ഉള്ളിടത്ത് E ആണ്. അപ്പം മിലൻ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ആ അക്കൗണ്ട് കിട്ടും. സെയിം സംഭവം എനിക്ക് ഇന്നലെ പറ്റിയതാ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഞാൻ എൻ്റെ ഒരു എന്ത് പറയട്ടെ, ഇപ്പം ഇത്രയും 1 മണിക്കൂർ ഇവിടെ നിങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് പറയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളൊന്ന് ഫോളോ ചെയ്യണം, ഞങ്ങൾ രണ്ടാളെയും ഫോളോ ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തണം. ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇടണം. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, വളരെ നല്ല അഭിപ്രായമാണ്. ഇതാ ഈ ആർട്സ് കോളേജിലേക്കാണെന്ന് പറഞ്ഞപ്പം ചാടിക്കറി വന്ന ഒരാളുണ്ട് കേട്ടോ അവിടെ, നവാസ്. നമ്മുടെ മേത്തോട്ട് താഴെ സ്ട്രീറ്റ് റോൾസ് നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കണോ അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ ഐറ്റംസ് അതുപോലെ തന്നെ ബർഗേഴ്സും ഇതൊക്കെ ഫ്രൈഡൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ്. അതിൻ്റെ ഓണറാണ്. 2 പേരുണ്ടായിനി, മറ്റേ ആൾ അവിടെ ആളില്ലാന്ന് പറഞ്ഞിട്ടേ അവിടെ നിന്നാണ്. അപ്പം ഈ ആർട്സ് കോളേജിൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു മൂപ്പര് വരാൻ പറ്റാതെ എങ്ങോട്ടാണെന്ന് വന്നപ്പം വേഗം വന്നതാണ്. അല്ല, ആർട്സ് കോളേജിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇതിൻ്റെ മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഈ ഒരു ഇത് വെച്ചിട്ട്. അതായത് പണ്ട് ഞാനിവിടെ വന്നിട്ട് മറ്റേ ഇതൊക്കെ കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ മാർക്കും അതുപോലെ തന്നെ നിർഭാഗ്യവും എന്നെ ഇവിടെ കയറ്റിയിട്ടില്ല എന്ന് പറയാം. എന്തായാലും ഇങ്ങനൊരു വേദിയിൽ എത്തിപ്പെട്ടു, വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയപരിമിതി മൂലം ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനമായിട്ട് ഇന്നത്തെ ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും പറഞ്ഞു വെച്ചുള്ള കാര്യങ്ങളോട് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക, ലൈഫിനൊരു പോസിറ്റീവായിട്ട് കാണുക, ഒരുപാട് യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക, പൈസ ഒക്കെ ഉണ്ടാക്കുന്നതിന് പുറമെ ജോലി എന്നതിനൊക്കെ പുറമെ നന്നായിട്ട് യാത്ര ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു പാഷനായിട്ട് എടുക്കുക, പ്രൊഫഷൻ ആക്കുന്നതിൻ്റെ പുറമെ ജീവിതം പൂർണ്ണമായിട്ട് ആസ്വദിക്കുക എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു വെച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ വളരെ രസകരമായിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഞാൻ ഈ സെഷൻ ഇത് ചെയ്യുന്നതിന് മുമ്പേ കഴിഞ്ഞ തവണ നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എൻ്റെ സെഷൻ ഒരു പൊളിറ്റിക്കൽ സെഷനായിരുന്നു. അപ്പോൾ അതെന്ന് പറയുമ്പോൾ പക്ക നമ്മുടെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സെഷൻ ആണല്ലോ. പക്ഷേ ഈ സെഷൻ തരുന്ന സമയത്ത് പറഞ്ഞു ഭയങ്കര ചില്ലായിരിക്കും, അവർ രസകരമായിട്ടുള്ള സെഷനാണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മതി. ഇന്ന് ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇവിടുന്നും കമൻറ്റ് പറയുന്നു, അവിടെ നിന്നും കമൻറ്റ് പറയുന്നു. വളരെ രസകരമായിട്ടാണ് രണ്ടുപേരും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം നേരിട്ട് കണ്ടതിലും ഈ സെഷൻ വിജയിപ്പിച്ചതിലും ഒരുപാട് സന്തോഷം. മിലൻസ് ഓൺലി വ്ളോഗറായിട്ടുള്ള മിലനും കാലിക്കറ്റ് ഫുഡ് സ്പോട്ടായിട്ടുള്ള നമ്മുടെ റബിൻ, കാലിക്കറ്റ് ഫുഡി സ്പോട്ടായിട്ടുള്ള റബിൻ സിദ്ദീഖ് സാറിനും രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്താണ്. അതുപോലെ തന്നെ ഇന്നീ ഒരു സെഷൻ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്നിട്ടുള്ള പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ ചെറിയൊരു ക്ഷമ ഇവിടെ രേഖപ്പെടുത്താണ്. കാരണം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സെഷൻ കേൾക്കുക, അത്തരം കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ളത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന വെറുതെ പറഞ്ഞോട്ടോ, നമുക്ക് ഇത്രയും പ്രേക്ഷകരെ കിട്ടിയത് തന്നെ വലിയ. അതെ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ക്രീം സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയും അടുത്ത ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സെഷനിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയാണ്. ഞങ്ങളെന്തായാലും ഉണ്ടാവും, പക്ഷേ ഈ ഇരുന്ന ആൾക്കാർ എന്തായാലും നമ്മളെ ഫോളോ ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി ഇവർ രണ്ടുപേരുടെയും പേജ് ഫോളോ ചെയ്യുക, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻസും കാര്യങ്ങളും രേഖപ്പെടുത്തുക. ഇനി നെഗറ്റീവ് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം, പോസിറ്റീവ് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. ഈ ഒരു സെഷൻ വിജയിപ്പിച്ചതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.